മലപ്പുറം പൊന്നാനിയിൽ വൻതോതിൽ വ്യാജ സർട്ടിഫിക്കറ്റുകൾ പിടിച്ചെടുത്തു. നിരവധി യൂണിവേഴ്സിറ്റികളുടെ പേരുള്ള 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് പിടിച്ചത്. സംഭവത്തിൽ 10 പേർ പിടിയിലായി. വലിയ സംഘം വലിയ റാക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ അറസ്റ്റായിട്ട് ഇവർക്കൊരു മിസ്റ്റർ ഇർഷാദിനെ, പൊന്നാനിക്കാരനായിട്ടുള്ള ഒരു ഇർഷാദിനെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അയാളോടൊപ്പം തന്നെ ഒരു നിസാറ്, മറ്റ് 2 പേരെയും കൂടി നമ്മൾ അതിനകത്ത് കസ്റ്റഡിയിലെടുത്തു. അവരിലുള്ള അന്വേഷണത്തിൽ നിന്ന് വെളിവായത് ഇത് ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നതാണെന്നും അത് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തെന്ന അല്ല എന്നുള്ളത് മനസ്സിലായി. തുടർന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അങ്ങനെ ബാംഗ്ലൂരിലത്തെ അന്വേഷണത്തിനകത്ത് നിന്ന് മനസ്സിലാക്കിയത് ഈ പ്രിന്റിംഗ് എല്ലാം നടക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്തെ ശിവകാശി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം അതിനെ തുടർന്ന് വളരെ ക്ലാൻഡസ്റ്റൈനായിട്ട് വളരെ രഹസ്യാത്മകമായിട്ടുള്ള ഒരു ഓപ്പറേഷനിൽ കൂടെ പൊന്നാനി SIയും ടീമും ശിവകാശിയിലെത്തി അവിടുത്തെ ലോക്കൽ പോലീസിൻ്റെയും കൂടി സപ്പോർട്ടോടുകൂടി ഇതിൻ്റെ ഒരു കേന്ദ്രം ബസ്റ്റ് ചെയ്യാനുണ്ടായത്. ഒരു ഫോർജ് സർട്ടിഫിക്കറ്റ് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിനെ പൂർണ്ണമായിട്ടും വിളിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. അതാണ് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ ആയിരക്കണക്കിന്, ഏതാണ്ട് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് തന്നെ മോർ ദാൻ 80,000 ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റുകൾ അത് പ്രിന്റ് ചെയ്തതും പ്രിന്റ് ചെയ്യാത്തതാണ് ഇന്നിവിടെ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് അവിടെ സീസ് ചെയ്തത്. അവിടെ നിന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, മൾട്ടി ഫങ്ഷൻ പ്രിന്റേഴ്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സീലുകൾ, ഹോളോഗ്രാമുകൾ, അങ്ങനെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് അവിടെ ഒരു വീട് പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന് VK ജിഷാദ് വിവരങ്ങളുമായി ചേർന്നു. ജിഷാദ്, ഒരു വലിയ ഗ്യാങ്ങിനെ തന്നെയാണ് പിടിയിലായിരിക്കുന്നത്. ഏത് തരത്തിലാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റുകളുടെ വിവരം പുറത്തു പോകുന്നത്? ഇതെങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ഇത്രയും വലിയ ഒരു സംഘത്തെ വലവീശി പിടിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ്? തമിഴ്നാട്ടിൽ കണ്ടെത്തിയത് ഇന്ത്യയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള 1 ലക്ഷത്തോളം വ്യാജ സർട്ടിഫിക്കറ്റുകളും ാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തത്. പൊന്നാനി പോലീസും അതുപോലെ മലപ്പുറം ഡാൻസ് ഓഫ് ടീമും സംയുക്തമായുള്ള പരിശോധനയിലാണ് ഈ സംഭവത്തിലെ ആളുകളെ, അതായത് മുഖ്യ പ്രതികളെ അറസ്റ്റ് ചെയ്തത്. അതുപോലെ മലപ്പുറം സ്വദേശികളായ 10, അതായത് മലപ്പുറം തമിഴ്നാട് സ്വദേശികളായ ആളുകളടക്കം 10 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യാജ നിർമ്മാണ കേന്ദ്രത്തിന് അതായത് പോലീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. മലപ്പുറം മീനടത്തൂർ സ്വദേശിയായ ഡാനി എന്ന ധനീഷ്, അതുപോലെ പോത്തന്നൂർ പൊന്നാനി സ്വദേശി മൂച്ചിക്കൽ ഇർഷാദ്, തിരൂർ പുത്തൂർ സ്വദേശി വീട്ടിൽ രാഹുൽ എന്നീ തിരൂർ പയ്യനങ്ങാടി സ്വദേശി നിസാർ, അതുപോലെ തന്നെ തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി ജസീം, അതുപോലെ ഷെഫീഖ്, തിരുവനന്തപുരം സ്വദേശി ഷെഫീഖ്, തമിഴ്നാട് സ്വദേശി ജൈനുൽ ആബിദീൻ, അരവിന്ദ്, വെങ്കിടേഷ് എന്നിവരാണ് പൊന്നാനി CI അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രവും അതുപോലെ ഈ സർട്ടിഫിക്കറ്റും പിടിച്ചെടുക്കുന്നത്. വിവിധ ജോലി അടക്കമുള്ളവയിലേക്ക് കയറിയെന്ന് പോലീസ് അറിയിക്കുന്നു. അതായത് അന്താരാഷ്ട്ര മാഫിയ സംഘത്തിന്റെ സാമ്രാജ്യമാണ് പോലീസ് തൂത്തെടുത്ത് ഒളിച്ചടക്കിയിട്ടുള്ളത്. തമിഴ്നാട്, ആന്ധ്ര, കർണാടക എന്നീ തുടങ്ങിയ 22 യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റുകളും പ്രിന്റിംഗ് മെഷീൻ, കമ്പ്യൂട്ടർ സർട്ടിഫിക്കറ്റുകൾ എന്നീ സാധനങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും കേരള പോലീസിന് അഭിമാനിക്കാവുന്ന ഒരു പ്രത്യേക കേസാണ് ഈ പിടിച്ചെടുത്തിട്ടുള്ള കേസ്. ജിഷാദ്, അതോടൊപ്പം തന്നെ ഈ വിവിധ യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ടും ഇവർക്ക് ലിങ്ക് ഉണ്ടോ? അത്തരം ബന്ധങ്ങളുണ്ടോ? ഈ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെ വ്യാജമായി നിർമ്മിച്ചു വിടുമ്പോൾ അത്തരത്തിലുള്ള അന്വേഷണം കൂടിയുണ്ടോ? അതോ ഇത്രയും വലിയ ഒരു സംഘത്തെ വലയിലാക്കുന്നതോടുകൂടി ആ ഒരു മിഷൻ അന്വേഷണം അവസാനിപ്പിച്ചു എന്നുകൂടി പോലീസ് വ്യക്തമാക്കുന്നുണ്ടോ? അപർണ, തീർച്ചയായും അതായത് തിരൂർ സ്വദേശി ദാനി എന്ന ധനീഷാണ് ഈ ഇതിലെ മുഖ്യ സൂത്രധാരൻ. ഈ ധനീഷ് അതായത് കോടീശ്വരനായിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തന്നെ പോലീസ് അന്വേഷണത്തിൽ. ഇയാളുടെ നേതൃത്വത്തിലായിരുന്നു വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രം നടത്തിക്കൊണ്ടുവന്നിരുന്നത്. ഇവരുടെ കേന്ദ്രം അതായത് തമിഴ്നാട്ടിലാണ് ഇവരെ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത്. അതായത് 1 ലക്ഷത്തിലധികം സർട്ടിഫിക്കറ്റുകൾ അതുപോലെ തന്നെ ഹോളോഗ്രാം എന്നിവയാണ് പോലീസ് കണ്ടെടുത്തത്. ഈ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അന്വേഷണത്തിലാണ് ഈ സംഭവം പിടിച്ചെടുക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യാനുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന്റെ പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് പോലീസ്. VK ജിഷാദ് വിവരം.